ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കാൻ പോകുന്ന സിനിമയാണ് ഉള്ളൊഴുക്ക്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ നമുക്ക് ഒരാളെയും നെഗറ്റീവായിട്ട് കാണാൻ പറ്റത്തില്ല. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഉർവശി ചേച്ചി ആയാലും പാർവതി ആയാലും അവർ രണ്ടുപേരുമാണ് മെയിൻ റോൾ ചെയ്യുന്നത്. പിന്നെ അർജുനുണ്ട്, കണ്ണൂർ സ്ക്വാഡിലെ വില്ലനായിട്ട് അഭിനയിച്ച അർജുനുണ്ട്. ആ ആളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും ഈ സിനിമയിൽ ആളുടെ ഭാഗത്തായിരിക്കും ന്യായം. അതേപോലെ തന്നെയാണ് ഉർവശി ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും അതേ ഭാഗത്തായിരിക്കും നമുക്ക് ന്യായം കാണാൻ പറ്റുന്നത്. അതേപോലെ ഒരാളെ നമുക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ പറ്റത്തില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ന്യായങ്ങളും കാര്യങ്ങളും എല്ലാം അവർ അതിലുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും നല്ലൊരു എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉർവശി ചേച്ചിയുടെ പാർവതിയുടെ അഭിനയമാണ്. രണ്ടുപേരും മത്സരിച്ച് അഭിനയിക്കുകയായിരുന്നു ഇതിൽ. എന്നാലും ഒരുപടിയൊക്കെ നമുക്ക് മുന്നിൽ നിൽക്കുന്നത് ആരായിരിക്കുന്നത് നമുക്ക് എന്തായാലും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് ഉർവശി ചേച്ചി തന്നെയാണ്. ഈ സിനിമയിൽ പ്രവർത്തിച്ചിരുന്ന ഏതെങ്കിലും ഒരു ക്രൂ മെമ്പർ മാറിപ്പോയി കഴിഞ്ഞാൽ പോലും ഈ സിനിമ ഒരു സീരിയൽ ലെവലായി പോകും. ഇത് അവരുടെ ഒരു കഴിവ് വെച്ച് തന്നെയാണ് ഇത് ഇത്രയും മികച്ചൊരു സിനിമയാക്കി വെച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ആയാലും കൊറിയോഗ്രാഫി ആയാലും എല്ലാം കൊണ്ടും അവരുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഈ സിനിമയിൽ ഇത്രയും നമുക്കൊരു എൻഗേജ്മെന്റ് ആയിട്ട് തോന്നുന്നത്. ഈ സിനിമ കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ സിനിമ കണ്ടു നോക്കാം. അതല്ല എങ്കിൽ നമുക്ക് ഇവരുടെ അഭിനയം കാണാനെ കൊണ്ട് തന്നെ ഈ സിനിമ കാണാവുന്നതാണ്. അപ്പം എല്ലാവരും ഈ സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.